നിന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ നിന്നെ തളർത്തുന്ന ശ്രദ്ധാതിരിച്ചിലുകളെയും വ്യക്തികളെയും ഞാൻ മാറ്റി നിർത്തുന്നു. നീ ഒറ്റപ്പെട്ടവനാണെന്ന് നിനക്ക് തോന്നുമ്പോൾ നിന്റെ മുഴുവൻ ശ്രദ്ധയും എന്നിലേക്ക് തിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ആത്മാവിൽ ഒരു പുതിയ ദാഹം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷണമാണ്. നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തേക്കാൾ വലിയ മറ്റൊന്നിനായുള്ള ആഗ്രഹം നിന്റെ ഉള്ളിൽ ഞാൻ നൽകുന്നു. ഒരിക്കൽ നിന്നെ സന്തോഷിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിനക്ക് മടുപ്പായി തോന്നുന്നുണ്ടാകാം. മുൻപ് സമാധാനം നൽകിയിരുന്നവ ഇപ്പോൾ ശൂന്യമായി തോന്നാം. കാരണം നിന്റെ ആത്മാവിനെ യഥാർത്ഥമായി തൃപ്തിപ്പെടുത്തുന്ന മറ്റൊന്നിലേക്ക് ഞാൻ നിന്നെ നയിക്കുകയാണ്. നിന്റെ ആഗ്രഹങ്ങളെ എന്റെ ഇഷ്ടങ്ങളുമായി ഞാൻ യോജിപ്പിക്കുന്നു. എന്റെ സമയം എപ്പോഴും കൃത്യമാണ്. നിന്റെ ഇപ്പോഴത്തെ പോരാട്ടങ്ങളാണ് നിന്നെ വരാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾക്കായി തയ്യാറാക്കുന്നത്. നീ ക്ഷമയോടെ ഈ കാലഘട്ടം പൂർത്തിയാക്കുകയാണെങ്കിൽ നീ കൂടുതൽ ശക്തനും ജ്ഞാനിയുമായ ഒരാളായി പുറത്തുവരും. ഞാൻ നിനക്ക് ശക്തിയും ജ്ഞാനവും നൽകും. പക്ഷെ പ്രവർത്തിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടും. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മൃതമാണ്. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ പോലും വിശ്വാസത്തിന്റെ ചുവടുകൾ നീ വെക്കണം. നിന്റെ അനുസരണമാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. പാത വ്യക്തമല്ലെങ്കിലും എന്നിൽ വിശ്വസിച്ച് നീ മുന്നോട്ട് നടക്കുക. നിന്റെ മടിക്ക് മേലല്ല, മറിച്ച് നിന്റെ ചുവടുകൾക്ക് മേലാണ് എന്റെ അനുഗ്രഹമുണ്ടാകുക. അതുകൊണ്ട് പ്രതിസന്ധികളെ കണ്ട് തളരരുത്. ഇവയെല്ലാം നിന്റെ വലിയ ഭാഗ്യത്തിന്റെ മുന്നോടിയാണ്. മകനെ, മകളെ, ഈ പുതിയ ദിവസം നിന്റെ അന്തരീക്ഷത്തിലേക്ക് ഞാൻ സമാധാനത്തിന്റെ ശ്വാസം നൽകുന്നു. നിന്റെ ഓരോ നിമിഷങ്ങളിലും ഞാൻ അർത്ഥം നിറച്ചിട്ടുണ്ടെന്നുമുള്ള ആഴമായ തിരിച്ചറിവോടെ നീ ഇന്ന് ഉണരുക. ഈ പ്രഭാതം നിന്നെ സ്വാഗതം ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ഈ സത്യം സ്വീകരിക്കട്ടെ. മുൻ വർഷങ്ങളിൽ നടന്ന അതേ വ്യക്തിയല്ല നീ ഇന്ന്. നിനക്കുള്ളിൽ അഗാധമായ എന്തോ ഒന്ന് മാറിയിരിക്കുന്നു. ശക്തിയുടെയും ധൈര്യത്തിന്റെയും അവബോധത്തിന്റെയും ശാന്തവും എന്നാൽ ശക്തവുമായ ഒരു ഉണർവ് നിന്നിലുണ്ടായിരിക്കുന്നു. നീ ആഴത്തിൽ നയിക്കപ്പെടുന്നുവെന്നും ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നുവെന്നും എന്റെ കൈകളിൽ സുരക്ഷിതനാണെന്നുമുള്ള വെളിപാടിലേക്ക് ഞാൻ നിന്നെ കൂടുതൽ അടുപ്പിക്കുന്നു. നീ എടുക്കുന്ന ഓരോ ശ്വാസവും സ്വർഗത്തെ ഓർമ്മിപ്പിക്കുന്നത് നീ ഇന്നും ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നാണ്. എല്ലാം ശൂന്യമായി തോന്നുമ്പോഴും ഇന്നും വിശ്വസിക്കാനും ഉറച്ചു നിൽക്കാനും നീ തീരുമാനിക്കുന്നു. ആ നിശബ്ദമായ തീരുമാനം എനിക്കുള്ള ഏറ്റവും വലിയ ആരാധനയാണ്. ഉച്ചത്തിലുള്ള പാട്ടുകളോ പരിപൂർണമായ വാക്കുകളോ അല്ല, മറിച്ച് വീണ്ടും ശ്രമിക്കാനുള്ള നിന്റെ ആ നിശബ്ദമായ തീരുമാനമാണ് എനിക്ക് പ്രിയങ്കരം. പ്രിയപ്പെട്ടവനെ, ആകാശത്ത് സ്വർണ്ണ നിറം പടരുന്ന ഉദയം പോലെ നിന്റെ ജീവിതത്തിന്റെ പുതുക്കൽ ഓരോ പാളികളായി തുടരുകയാണ്. ഇന്നലെ നീ പല ചോദ്യങ്ങളും പേറിയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ഈ നിമിഷത്തിന് ആവശ്യമായ വ്യക്തത ഞാൻ നിനക്ക് നൽകുന്നു. ഞാൻ നിന്നെ ഓരോ ചുവടായി നയിക്കുന്നു. അങ്ങനെ നിന്റെ ആത്മാവ് ഉറപ്പുകളേക്കാൾ ഉപരിയായി എന്നെ വിശ്വസിക്കാനും നിയന്ത്രണത്തേക്കാൾ ഉപരിയായി എന്നോട് അടുക്കാനും പഠിക്കുന്നു. എല്ലാം മുൻകൂട്ടി കണ്ടുപിടിക്കണമെന്ന സമ്മർദ്ദത്തിൽ നിന്ന് ഇന്ന് നീ സ്വതന്ത്രനാകുക. ഈ യാത്ര പൂർത്തിയാക്കാനല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്, മറിച്ച് അടുത്ത ചുവട് വെക്കാൻ മാത്രമാണ്. അത് എത്ര ചെറുതാണെങ്കിലും സാരമില്ല. നിന്റെ ഇന്നത്തെ ചുവട് വിശ്രമമാണെങ്കിൽ അത് വിശ്രമമായിരിക്കട്ടെ. അത് പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥനയാകട്ടെ. അത് മൗനമാണെങ്കിൽ മൗനമായിരിക്കട്ടെ. പുരോഗതി എന്നത് എപ്പോഴും ചലനമല്ല. ചിലപ്പോൾ ശ്വാസമെടുക്കുന്നതാണ് പുരോഗതി. ചിലപ്പോൾ സൗഖ്യം കണ്ണുകൾക്ക് അദൃശ്യമായിരിക്കും, എന്നാൽ അതത് ആത്മാവിന് നിഷേധിക്കാനാവാത്ത സത്യമായിരിക്കും. നിന്റെ ഹൃദയത്തിന്റെ ലോലമായ ഭാഗങ്ങളിൽ നീ അദൃശ്യമായ പല ഭാരങ്ങളും ചുമന്നിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ പ്രഭാതം ഉണങ്ങിയ നിലത്തു പെയ്യുന്ന മൃദുവായ മഴ പോലെയാണ്. അത് നിന്റെ തകർച്ചകളെ കഴുകിക്കളയുകയും പുതിയ തുടക്കത്തിന്റെ വിത്തുകൾക്കായി മണ്ണൊരുക്കുകയും ചെയ്യുന്നു. ഇത് വെറുമൊരു ആശ്വാസവാക്കല്ല, മറിച്ച് ഒരു പ്രവചനമായി നീ കേൾക്കുക. നിന്നെ ഒരിക്കൽ തകർത്ത കാര്യങ്ങൾക്ക് ഇനിയൊരിക്കലും നിന്റെ മേൽ അധികാരമുണ്ടായിരിക്കില്ല. നിന്നെ വേദനിപ്പിച്ച ഓർമ്മകൾ നീ എത്രത്തോളം ദൂരം പിന്നിട്ടു എന്നതിന്റെ സാക്ഷ്യങ്ങളായി മാറും. നിന്നെ തളർത്തിയ യുദ്ധങ്ങൾ നിന്റെ വിജയത്തിന്റെ വേദികളായി മാറും. നീ ഇഴഞ്ഞു നീങ്ങിയ ആ ഭാരങ്ങളിലേക്ക് ഇനിയൊരിക്കലും നീ മടങ്ങില്ല. നീ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കും.